സ്കൂൾ കലാകായികമേളയോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾ പാഠപുസ്തകം പഠിക്കുന്നതിനോടൊപ്പം ജീവിത പാഠവും കൂടി പഠിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ വിവിധ സ്റ്റാളുകൾ ക്രമീകരിക്കുകയും ഈ സ്റ്റാളുകളിൽ ഉപ്പിലിട്ടത്, പായസം, പലഹാരങ്ങൾ, ഐസ്ക്രീം എന്നിവ തയ്യാറാക്കി കുട്ടികൾക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്തു. കൂടാതെ വിവിധ ഗെയിമുകളും ഒരുക്കി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബേബി തോലാനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജി കാർണിവലിൽ പങ്കെടുത്ത് ആശംസ അറിയിച്ചു. കുട്ടികളെ നാടൻ പലഹാരങ്ങൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കുക, വിദ്യാലയത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് കണ്ടെത്തുക എന്നിവയാണ് കാർണിവൽ കൊണ്ട് ലക്ഷ്യമിട്ടത്. രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ കാർണിവൽ വൻ വിജയമാക്കി മാറ്റുവാനും സ്കൂളിന് സാധിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് വിദ്യാലയം ഈ വർഷം ഏറ്റെടുത്ത് നടത്തിയത്. നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ നൂതനമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കാർണിവലിലൂടെ കാണാൻ സാധിച്ചത്. നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ നമ്മുടെ സ്കൂളിലെ സ്റ്റാളുകളിലൂടെ വിതരണം ചെയ്യുന്നതിനായ രക്ഷിതാക്കൾ ഇവിടെ എത്തിക്കുകയും അത് വിദ്യാർത്ഥികൾ മറ്റ് വിദ്യാർത്ഥികൾക്ക് അത് കൊടുത്തുകൊണ്ട് ഒരു കച്ചവടത്തിൻ്റെതായിട്ടുള്ള ഒരു പഠനം നടത്തുന്നതോടൊപ്പം തന്നെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു ഫണ്ട് ഈ സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ തക്കവണ്ണം ചെറിയ ഒരു ഫണ്ട് രൂപീകരിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ ഒരു പദ്ധതിയിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിലൊക്കെ ഉപരിയായിട്ട് അധ്യാപക, വിദ്യാർത്ഥി, രക്ഷിതാക്കൾ തമ്മിലുള്ള വലിയ ഒരു ബാന്ധവത്തിന്റെ, വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടി നമുക്കിവിടെ സംജാതമാകുന്നുണ്ട്. വൈത്തൂർ UP സ്കൂൾ വളരെ കാലങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശ്രദ്ധ നേടിക്കൊണ്ട് വൈത്തൂർ UP സ്കൂൾ ഉളിക്കൽ കുട്ടികൾ എല്ലാ മേഖലകളിലും കഴിവുള്ളവരാക്കി മാറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു സ്കൂൾ കാർണിവൽ. ഇതിൻ്റെ ഉദ്ദേശം പുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലാതെ പ്രായോഗിക ജീവിതത്തിലെ പാഠങ്ങളും കൂടി കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ വിവിധ സ്റ്റാളുകളാണ് ഇവിടെ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ക്ലാസ്സുകാർക്ക് ഓരോ സ്റ്റാളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ കച്ചവടവും അതുപോലെ തന്നെ പൈസ കൈകാര്യം ചെയ്യുന്ന രീതി, കണക്കുകൾ എളുപ്പമാക്കുന്ന രീതി, ഇതെല്ലാം പഠിച്ചെടുത്ത് ഒരു പുറമേ പോയി കുട്ടികൾ ഒരു കടയിൽ പോയാൽ സാധനം വാങ്ങി അതിൻ്റെ ബാക്കി കിട്ടുമ്പോൾ ആ തുക കറക്റ്റാണോ, അത് എത്രയാണ് അതിൻ്റെ മൂല്യം, ഇതൊക്കെ തിരിച്ചറിയാൻ കുട്ടികൾക്ക് ഈ കാര്യത്തിലൂടെ സാധിക്കും എന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ വർഷം ഈ കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് സ്കൂളിൽ ആർട്സ് ഡേ കൂടിയാണ്. അപ്പോൾ കുട്ടികളൊരു മൂഡിലാണ്, ആഘോഷത്തിൻ്റെ മൂഡിലാണ്. അപ്പം പുറത്തു പോയി കടകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വിദ്യാലയത്തിനുള്ളിൽ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും ചേർന്നൊരുക്കുന്ന ഒരു കാർണിവൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ലക്ഷ്യം. കുട്ടികളെല്ലാം കൂടെ വിദ്യാലയത്തിൽ ഒരു ഫണ്ട് കണ്ടെത്തി വിദ്യാലയത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു സംഗതി ചെയ്യാനാണ് കുട്ടികളും രക്ഷിതാക്കളും എല്ലാം താല്പര്യത്തോടെ ഇത് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കാർണിവലിൽ സംഘടിപ്പിച്ച ഒരു ഡിജിറ്റൽ TV, നമ്മൾ സ്മാർട്ട് TV കുട്ടികൾക്ക് വാങ്ങിക്കാൻ സാധിച്ചു. അതുപോലെ ഈ വർഷവും അതുപോലെ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനം വിദ്യാലയത്തിൽ ഒരുക്കണം. അതാണ് ലക്ഷ്യം. രക്ഷിതാക്കൾ, അധ്യാപകർ, കുട്ടികൾ ഒപ്പത്തിനൊപ്പമുണ്ട്. അപ്പോൾ ഈ പരിപാടി ഒരു വൻ വിജയമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.